എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം പോലും പീഡനങ്ങളുടെ കഥ പറയാനാകാത്ത ഒരു ദിവസം പോലും നമുക്ക് മുന്നിലില്ല. അല്ലെങ്കിൽ പീഡനം, അതുമല്ലെങ്കിൽ കൊലപാതകം, അത് അല്ലെങ്കിൽ പിടിച്ചുപറി, എന്തോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ നിയമത്തിനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ വീഡിയോയിലും ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ഇനി നിയമത്തിൻ്റെ കാര്യമേ പറയുന്നില്ല. എന്തല്ലേ ഇന്നത്തെ ഒരു വാർത്ത, അതാണ് എനിക്ക് പറയാനായിട്ട് അത്രയേറെ കലിപ്പ് വന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് മുന്നിലിരിക്കുന്നത്. കാരണം 16 വയസ്സുള്ള 16 വയസ്സുള്ള പെൺകുട്ടി ഗർഭിണിയായി. എന്തല്ലേ ഈ പെൺകുട്ടികൾക്കൊക്കെ നാണവും മാനവും മര്യാദയും എല്ലാത്തിൻ്റെയും അതിർവരമ്പുകൾ ലംഘിച്ചിരിക്കുകയാണ് ഇപ്പോൾ പെൺകുട്ടികൾ. എന്ന് നോക്കിയാലും 16 വയസ്സിനകത്തുള്ള പെൺകുട്ടികളാണ് പ്രസവിക്കുന്നതും ഗർഭിണിയാവുന്നതും മുഴുവനും. എന്താ ഇതിനൊക്കെ കാരണം? മൊബൈൽ ഫോൺ തന്നെയാണ് ഒരു പരിധി വരെ കാരണം. കണ്ടില്ലേ, സഹോദരനും സഹോദരിയും തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടായി, സഹോദരി പ്രസവിച്ചു. ഈ വാർത്ത എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കേസിൽ സത്യം പറയുകയാണെങ്കിൽ ആരാണ് തെറ്റുകാർ? സഹോദരിയാണോ? 16 വയസ്സുള്ള സഹോദരിയാണോ? 14 വയസ്സുള്ള സഹോദരനാണോ? ഇതിൽ ഏതാണ് ഇര, ഏതാണ് വേട്ടക്കാരൻ? 14 വയസ്സുള്ള കുട്ടിയാണോ 16 വയസ്സുള്ള സഹോദരിയുടെ അടുത്ത് ശരിക്കും റേപ്പ് ചെയ്തതല്ല. രണ്ടുപേരും തമാശയ്ക്ക് തുടങ്ങിയ ഒരു സംഭവമാണ്. പിന്നീട് പ്രസവം വരെ എത്തി അല്ലേ? എന്തല്ലേ ശരിക്കും ഇതിനൊക്കെ ഒരു പരിധി വരെ, ഒരു പരിധിയല്ല അതിൽക്കാളും കൂടുതൽ ഈ മൊബൈൽ ഫോണും പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പാരൻസിന് സമയമില്ല. ഒരു മൊബൈലും കൊണ്ട് മുറിയിൽ കയറിക്കഴിഞ്ഞാൽ പിള്ളേർ എന്താണ് നോക്കുന്നതെന്ന് പോലും തിരിഞ്ഞു നോക്കാനുള്ള സമയം അവർക്കില്ല. ഒന്നുകിൽ ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് പാരൻസ് ഫോൺ കൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് അവർ മിണ്ടത്തില്ല. എൻ്റെ കുട്ടിയല്ലേ, കുറച്ച് നേരം ഒരു പാട്ട് കാണും, അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കും, ഇതൊക്കെ ആയിരിക്കും നടക്കുന്നത് എന്ന് ചിന്തിച്ച് പാരൻസ് മിണ്ടാണ്ടിരിക്കും. ഫോണാങ്ങാനും പിടിച്ചു പറിക്കാനങ്ങാനും ചെന്ന് കഴിയുകയാണെങ്കിൽ തീർന്നു പ്രശ്നം. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, സ്കൂളിലൊരു ഫോണ് പിടിച്ചു വെച്ച അധ്യാപകന്, അതായത് ഒരു പുതിയ ഫോണ്, സ്കൂളിൽ ഫോൺ കൊണ്ടുപോകാൻ നിയമവും ഇല്ല. പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകളിൽ ഒരു കാരണവശാലും ഫോൺ കൊണ്ട് ചെല്ലുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്കൂളിൽ പറയുന്നൊരു കാര്യമാണ്, ഫോൺ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ ആ ഒരു വർഷത്തെ പഠനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാരൻസിന് ഫോൺ കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ ആ പയ്യൻ എന്താ ചെയ്തത്? ഇത്തിരി പോകുന്നൊരു ചെറുക്കൻ അധ്യാപകനെ കൊല്ലുന്ന വരെ ഭീഷണിപ്പെടുത്തുകയാണ്. അതൊരു ഭീഷണിയായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. അതേക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഈ ഗർഭത്തിലേക്ക് പോകാം. അപ്പോൾ ഈ ഗർഭത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഗർഭിണി ആകുന്നത് മുഴുവനും 16 വയസ്സ് 17 വയസ്സിനകത്തുള്ള പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളാണ്. ഇവിടെ ഈ പെൺകുട്ടികൾക്ക് നിയമം നല്ല രീതിയിൽ പരിരക്ഷ കൊടുക്കുന്നത് ഇതിനെല്ലാത്തിനും ഒരു പരിധി വരെ കാരണമാവുകയാണെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി 16 വയസ്സുള്ള ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ പയ്യനെ 25 വയസ്സുള്ള പയ്യനാണ്. പയ്യൻ്റെ പേരെന്താ നോക്കട്ടെ. പയ്യൻ്റെ പേര് തിരൂർ സ്വദേശിയായ നിഖിലാണ്. നിഖിൽ 25 വയസ്സുണ്ട്. നിഖിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതേസമയം പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. പെൺകുട്ടിക്ക് കൊടുക്കണ്ടേ ഒരു ശിക്ഷ? 2 പേര് തെറ്റ് ചെയ്താൽ ഒരാളെ തല്ലിയിട്ട് മറ്റൊരാളെ തടവുന്ന സ്വഭാവം നന്നല്ല. പെൺകുട്ടിയെ റേപ്പ് ചെയ്തതൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവൾ പറയട്ടെ, എന്നെ റേപ്പ് ചെയ്തു എന്ന് ആ കുട്ടി പറയാത്തിടത്തോളം കാലം പിന്നെന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ഫോണിൽ അതും ഇതും ഒക്കെ കണ്ട് പലതരത്തിലുള്ള സൈറ്റുകളിൽ അത്രയും പോയി ഓരോന്ന് വൃത്തികേടുകൾ അത്രയും കണ്ടിട്ട് അവർക്ക് ഒരു അഭിമാനമില്ലാതായി തീർന്നിരിക്കുകയാണ്. എല്ലാവരുടെയും കാര്യമല്ല, കുറച്ചു പേരെങ്കിലും. 100 പേരെടുത്താൽ അതിൽ 60% പേരെങ്കിലും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നിട്ട് ഈ ചെക്കന്മാർ വിളിക്കുമ്പോൾ ഒരു ഉളുപ്പും ഇല്ലാതെ ചെല്ലും. 1 വട്ടമായി 2 വട്ടമായി പലവട്ടമായി. താല്പര്യമില്ലാത്തടത്താണെങ്കിൽ ഒരു വട്ടം ടച്ച് ചെയ്യുമ്പോൾ തന്നെ നോ പറയാം. ഗുഡ് ടച്ചും ബാക്ക് ടച്ചും കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ ടീച്ചർമാരെങ്കിലും പറഞ്ഞു കൊടുക്കണം. അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളത്?
അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാം. കുട്ടികളോട് സംസാരിക്കുമ്പോൾ ആ രീതിയിൽ സംസാരിക്കണം. മക്കൾക്ക് അത് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞ് ഒരു തെറ്റുമില്ല. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കാലത്ത് തന്നെ. അവൾ ഒരു 10-12 വയസ്സായ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ അമ്മമാർക്കും പറഞ്ഞു കൊടുക്കാം, അതിലൊരു മോശവുമില്ല. പിന്നെ സ്കൂളിൽ തന്നെ ഈ ഒരു കാര്യം ക്ലിയറായിട്ട് 10 വയസ്സ് കഴിഞ്ഞ 5ാം ക്ലാസ്സിലാവുന്ന സമയത്ത് തന്നെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഇത് പറഞ്ഞു കൊടുക്കണം. 5ാം ക്ലാസ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിൽ നിയമത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു എന്നുള്ളത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള ഒരു കാരണം തന്നെയാണ് കേട്ടോ. കാരണം ഇവളുമാർ പോവും, വിളിക്കുന്നിടത്തൊക്കെ പോവും, പറയുന്നതിനൊക്കെ ഒത്തു നിൽക്കും. ഒടുവിൽ ജയിലിലേക്ക് പോകുന്നത് ആൺകുട്ടി മാത്രമാണ്. ഇതൊരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ. പെൺകുട്ടിയും പോകണം. റേപ്പ് ചെയ്തതാണെങ്കിൽ ഓക്കെ, പെൺകുട്ടി പോവണ്ട, അവൾക്ക് വേണ്ടുന്ന നിയമസഹായം ചെയ്തു കൊടുക്കണം, അവളെ സുരക്ഷിത കേന്ദ്രത്തിൽ കൊണ്ടുപോയി മാറ്റി പാർപ്പിക്കണം, ഒക്കെ ചെയ്യണം. അതേസമയം പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടി ചെയ്തു കഴിഞ്ഞിട്ട് അത് പ്രായപൂർത്തിയായില്ല എന്നുള്ള ആ ഒരു പരിഗണന കൊടുക്കുന്നത് ഒട്ടും ശരിയല്ല. ആൺകുട്ടിക്ക് 7 വർഷം അല്ലെങ്കിൽ 10 വർഷം തടവാണ് കൊടുക്കുന്നതെങ്കിൽ പെൺകുട്ടിക്ക് അതിൻ്റെ പകുതി കൊടുക്കണം. പകുതി അല്ലെങ്കിൽ കാൽഭാഗമെങ്കിലും കൊടുക്കണം. അങ്ങനെ ഒരു ശിക്ഷയും കൊടുക്കാതെ ഇവളുമാരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും 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 ഏതവൻ വിളിച്ചു കഴിഞ്ഞാലും ഒന്ന് പല്ലിളിച്ച് കാണിച്ചുടനെ കൂടെ ഇറങ്ങി പോകാനുള്ള ധൈര്യം കാണിക്കുന്നത്. വീട്ടുകാരുടെ മുഖമോ നാട്ടുകാരുടെ മുഖമോ ബന്ധുക്കളുടെ മുഖമോ തൻ്റെ അഭിമാനം എന്താണെന്ന് പോലും ചിന്തിക്കുന്നില്ല. ശിക്ഷ കിട്ടും എന്ന് ഉറപ്പാണെങ്കിലുണ്ടല്ലോ പെൺപിള്ളേരൊന്നും ഉൾവലിയും. നിയമത്തിൻ്റെ ഒരു ആനുകൂല്യവും കിട്ടില്ല. അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു ആനുകൂല്യവും കിട്ടില്ല. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു തെറ്റിന് പോയി നിൽക്കുകയാണെങ്കിൽ അതിലൊരു വിഹിതം ശിക്ഷ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നൊരു ബോധം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പോക്കൃത്തരങ്ങൾക്കൊന്നും പെൺകുട്ടികൾ പോവില്ല. ഇത്തരത്തിൽ ഒരു തെറ്റ് ചെയ്യാനായിട്ട് ഒരു പുരുഷൻ നിർബന്ധിക്കുമ്പോൾ ആ തെറ്റിൻ്റെ ശിക്ഷ അവളും കൂടി അനുഭവിക്കേണ്ടി വരുമെന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ അവൾ അതിനൊന്നും നിൽക്കില്ല. 2 കൈ അടിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കുള്ളൂ. ഒറ്റ കൈ മാത്രമാണ് കൊട്ടുന്നതെങ്കിൽ ശബ്ദം കേൾക്കില്ല. റേപ്പ് ചെയ്തതാണെങ്കിൽ അത് ആ കുട്ടി പറയട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലെ ഇരയാക്കപ്പെട്ട കുട്ടി എന്ന് പറയുന്ന കുട്ടികൾ പറയട്ടെ, ഞാൻ എന്നെ ഇന്നതുപോലെ ഇന്നടുത്ത് കൊണ്ടുപോയി എന്നെ ഇന്നതുപോലെ ചെയ്തു, എൻ്റെ സമ്മതമില്ലായിരുന്നു എന്ന് പറയട്ടെ. ഇതൊന്നും പറയാതെ വിളിക്കുമ്പോൾ ഒരു വട്ടം പോയപ്പോൾ കൊള്ളാം, രണ്ടാമത് പോയപ്പോൾ വീണ്ടും ഇഷ്ടമായി, പിന്നെ ഇങ്ങനെ തുടർന്ന് ഇഷ്ടമായതിന് ശേഷം ഗർഭിണിയായി കഴിയുമ്പോൾ പരാതി, പീഡിപ്പിച്ചു എന്നുള്ള പരാതി. അതിന് മെയിൻ കാരണം അവൾ പ്രായപൂർത്തിയായിട്ടില്ല, 16 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. എന്തിനാ അങ്ങനെ ആനുകൂല്യം കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കരുത് ആനുകൂല്യം. ഇത് ഓരോ വ്യക്തികളും പറയാനുള്ള ഒരു കാര്യമാണ്. നമ്മൾ ശക്തമായിട്ട് ഇതിനെ പ്രതിഷേധിക്കണം. ആൺകുട്ടികൾ നമ്മുടേത് തന്നെയാണ്, പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികൾ നമ്മുടേത് തന്നെയാണ്, പെൺകുട്ടിയും നമ്മുടേത് തന്നെയാണ്. അപ്പോൾ ഒരാളിൽ മാത്രം ശിക്ഷ ഒതുങ്ങി നിൽക്കരുത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ വനിതാ കമ്മീഷനെ പോലെ തന്നെ പുരുഷ കമ്മീഷനും വേണമെന്ന് ആവശ്യപ്പെടുന്നത്. കാരണം ഇപ്പോൾ ഒരു ഇതുപോലെയുള്ള കേസ് വരുമ്പോഴത്തേക്ക് അവളെ പീഡിപ്പിച്ചതാണെങ്കിൽ അവളത് പറയട്ടെ, അതിനുള്ള കാരണങ്ങൾ തെളിവ് സഹിതം പറയട്ടെ. ഓക്കെ, അങ്ങനെയാണ് അവളിങ്ങനെ ആയതെങ്കിൽ തീർച്ചയായും അവനെ നല്ല ശിക്ഷ കൊടുക്കണം, അവനെ പുറത്ത് വിടരുത്, അത് ഞാൻ പറയും. പക്ഷേ അതല്ലെന്നുണ്ടെങ്കിൽ ആൺ സുഹൃത്ത് ചതിച്ചു എന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ പോയി അവൻ്റെ ഇഷ്ടത്തിന് നിന്ന് അവളത് ആസ്വദിച്ചതിന് ശേഷം പിന്നീട് എന്നെ ചതിച്ചു, വഞ്ചിച്ചു, പറ്റിച്ചു എന്നും പറഞ്ഞിട്ട് പരാതിയായിട്ട് വരുമ്പോൾ അതിങ്ങനെ അംഗീകരിക്കാനാവും? അവളെ എന്തിനാ സുരക്ഷിത താവളത്തിൽ വെച്ചിരിക്കുന്നത്? അവൾ പ്രസവിക്കട്ടെ, ജയിലിൽ സൗകര്യം ഒരുക്കി കൊടുക്ക്, അവൾ അവിടെ കിടന്ന് പ്രസവിക്കട്ടെ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിലുണ്ടല്ലോ ബാക്കി വരുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു പാഠമായിട്ട് വരും. മുതിർന്നവരെ ഇടുന്ന ജയിൽ വേണ്ടല്ലോ, കുട്ടികൾക്കുണ്ടല്ലോ, കുട്ടികളുടെ ജയിലിൽ പാർപ്പിക്കട്ടെ, അവിടെ കിടന്ന് അവൾ സുഖമായിട്ട് പ്രസവിക്കട്ടെ, അവിടുത്തെ ഫുഡും കഴിച്ചിട്ട്. അപ്പോഴേ അവളത് മനസ്സിലാക്കുള്ളൂ. അവൾ മാത്രമല്ല, പിന്നീട് വരുന്ന തലമുറയിലുള്ള പെൺകുട്ടികൾക്ക്, പിന്നീട് നിലവിലുള്ള പെൺകുട്ടികൾക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആണിന് മാത്രമല്ല പണിഷ്മെൻറ്റ് കിട്ടുന്നത്, പെണ്ണായ എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടും, ഞാൻ ജയിലിൽ കിടന്ന് പ്രസവിക്കേണ്ടി വരും എന്നൊരു ചിന്താഗതി ഉണ്ടായി കഴിയുമ്പോഴുണ്ടല്ലോ ഇങ്ങനെയുള്ള സംഭവത്തിൽ നിന്ന് കുറേ പെൺപിള്ളേർ ഉൾവലിയും.
നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടക്കില്ല. കാരണം നമ്മുടെ നാട്ടുകാർക്കല്ല, നമ്മുടെ ശിക്ഷകൾ കൂടുതലും ആൺകുട്ടികൾക്കാണ് എതിരെ വരുന്നത്. പെൺകുട്ടികളെ കൂടുതലും സേഫാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ ആ പാവം ഷാരോണിനെ വിഷം കൊടുത്ത് മനഃപൂർവ്വം 2 തവണ ശ്രമിച്ചു, ലാസ്റ്റ് കഷായത്തിൽ കൊടുത്തു കൊന്ന ആ ദുഷ്ടയായ ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളെ. അതും ഭയങ്കരമായ ഹൈ ലെവലിൽ ഇരുന്നിട്ടുള്ള ആളുകൾ. എന്തല്ലേ, എന്തൊരു മനസ്സാണ് ആളുകൾക്ക്. 11 ദിവസം വരെ വെള്ളം ഇറങ്ങാതെ ആന്തരിക അവയവങ്ങൾ വരെ അഴുകി മരിച്ച ഷാരോണിനോടല്ല ആളുകൾക്ക് കൂറ്. എല്ലാവരുടെയും കാര്യമല്ല, കുറേ പേരുടെ. അവർക്ക് കൂറ് ചെറുപ്പക്കാരിയായ 22 വയസ്സിൽ പക്വതയില്ലാതെ തെറ്റ് ചെയ്ത ഗ്രീഷ്മയോടാണ്. അവൾക്ക് ആ സമയത്ത് 22 വയസ്സ് മാത്രമേ പ്രായമുള്ളായിരുന്നു. അവൾക്ക് പക്വതയില്ലായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ അവൾക്ക് 24 25 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. അപ്പോൾ ഇത്രയും പ്രായം കുറഞ്ഞൊരു കൊച്ചുകുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നതാണ്. കൊച്ചുകുട്ടിയായിരുന്നെങ്കിലും 22 വയസ്സിൽ ഷാരോണിന് വിഷം കൊടുത്ത് 2 തവണ അവൾ നെറ്റൊക്കെ സെർച്ച് ചെയ്തിട്ട് കൊടുത്ത് കൊല്ലാനായിട്ട് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. പിന്നീട് അത് ഒളിപ്പിച്ച് വെക്കാനും മറച്ചു വെക്കാനും തെളിവ് നശിപ്പിക്കാനും ഒക്കെ അവൾക്ക് അറിയാമായിരുന്നു. പിന്നെ ഇത് പലതവണ കള്ളം മറിച്ചും തിരിച്ചും പറയാൻ അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. കൂടുതൽ പറയണ്ടല്ലോ, ഈ പറയുന്ന ഷാരോണിനെ കൊണ്ട് ഭർത്താവാക്കാനും അവൾക്ക് അവളുടെ പല രീതിയിലുള്ള ഇഷ്ടങ്ങളും നടപ്പിലാക്കാനും അവൾക്ക് അറിയായിരുന്നു 22 വയസ്സിൽ. പക്ഷേ അവൾ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ പലരും അവൾക്ക് ഓശാന പാടുന്നത് കേൾക്കുമ്പോഴുണ്ടല്ലോ, ഈ ഓശാന പാടുന്നവരുടെ മുഖത്ത് കാറി തുപ്പാനാണ് തോന്നുന്നത്. പുച്ഛം മാത്രമാണ് അത്തരത്തിലുള്ള ആളുകളോട് തോന്നുന്നത്. തെറ്റ് ചെയ്യുന്നത് ആരായാലും അവരെ അകറ്റി നിർത്തുകയാണ് വേണ്ടത്. അവൾക്ക് വധശിക്ഷയ്ക്ക് വിധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ അത് വധശിക്ഷയ്ക്ക് വിധിച്ചുവെങ്കിലും അത് നടന്നു കഴിഞ്ഞിട്ടേ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴും പുറത്ത് അവൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഏമാന്മാരുണ്ട്. ഏമാന്മാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പോലീസുകാരെയല്ല, പല ആളുകളും ഉണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും വാദിക്കുന്നത്. ഷാരോൺ ഒരു സ്ത്രീ ലംബടനായിരുന്നു എന്ന് തന്നെ പറയുന്ന ആളുകളും ഉണ്ട്. ഷാരോൺ അവളുടെ നഗ്ന ചിത്രങ്ങൾ എടുത്തിട്ട് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. എന്തിനാ അവൾ ചെന്ന് നിന്ന് കൊടുത്തത് നഗ്ന ചിത്രങ്ങൾ എടുക്കാനായിട്ട്? വെറുതെ അങ്ങ് കയറി എടുക്കാൻ പറ്റില്ലല്ലോ അതൊന്നും. ഇനി അവളുടെ ഇഷ്ടമല്ലാതെയാണ് ചെയ്തതെങ്കിൽ അത് അവൾക്ക് പരാതിപ്പെടായിരുന്നില്ലേ? അവൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യായിരുന്നില്ലേ? എന്നെ ഷാരോൺ റേപ്പ് ചെയ്യാൻ വന്നു എന്ന്, അല്ലെങ്കിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, നഗ്ന ചിത്രങ്ങൾ എടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ആവശ്യത്തിലധികം പരിഗണന കൊടുക്കുന്നതിൻ്റെ സകല ഇതക്കേടുകളും ഈ പെണ്ണുങ്ങൾക്കുണ്ട്. ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാനാവും? ഒരിക്കലും അംഗീകരിക്കാനാവില്ല. തെറ്റ് ചെയ്തോ പുരുഷനെ ഇപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ പുരുഷന് മാത്രം ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, പുരുഷന് തുല്യമാണ് സ്ത്രീ. നമ്മളെ രണ്ടായിട്ട് കാണരുത്. പുരുഷ മേധാവിത്വം പാടില്ല. പെണ്ണും ആണും തുല്യരാണ്. ഈ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ശ്വാസം വിടാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ എന്തിന് പരിഗണന കൊടുക്കണം? എൻ്റെ ചോദ്യം അതാണ്. സ്ത്രീക്കും പുരുഷനും തുല്യത വേണം എന്ന് തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അതിനു വേണ്ടിയിട്ട് മാത്രം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഫെമിനിസ്റ്റുകൾ വിളയാടുന്ന നാടാണ് നമ്മുടേത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത്, അതായത് ഒരു നിയമത്തിൻ്റെ പരിരക്ഷയുടെ സമയം വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് സ്ത്രീ പുരുഷൻ്റെ താഴേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു? അപ്പോഴും ഇതുപോലെ ആഗ്രഹിച്ചുകൂടെ? തുല്യത വേണമെന്ന് ആഗ്രഹിച്ചുകൂടെ? അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ സ്ത്രീകൾക്ക് അനാവശ്യമായ പരിരക്ഷകൾ കൊടുക്കുന്നത് കാരണമാണ് തെറ്റ് ചെയ്യാൻ ഒരു കൂസലും ഇല്ലാത്തത്, ഒരു പ്രായഭേദമോ ഒന്നും ഇല്ലാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.